ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ തജിക്കിസ്ഥാനിൽ വന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇന്ന് പോവാനായി ഏകദേശം 5 ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഇവിടെ വന്നപ്പോ എത്തിയ പാടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, തജിക്കിസ്ഥാന്റെ ഡ്രസ്സ് ഒന്ന് ഇടണമെന്നുള്ളത്. അപ്പൊ ഞാൻ വന്നടം മുതൽ ഇവിടുത്തെ മാർക്കറ്റിൽ കുറെ സെർച്ച് ആക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. മോസ്റ്റ്ലി ഇവര് മെറ്റീരിയൽ എടുത്തിട്ട് തയ്ക്കുന്നതാണ്. അപ്പൊ എനിക്ക് എന്തായാലും സമയമില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം വന്ന് ഞാൻ 5 ദിവസം എടുത്തു ഒരു എനിക്ക് പറ്റിയൊരു ഭാഗത്തിനുള്ള ഡ്രസ്സ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി ഇന്നലെ ഞാനൊരു ബസാറിൽ പോയ സമയത്ത് ഞാനല്ല കേട്ടോ വാങ്ങിച്ചത്. എനിക്ക് ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. നമ്മുടെ ഒരു ക്ലൈന്റ് ആണ്, നമ്മളൊരു കസ്റ്റമർ ആണ്, നമ്മുടെ ഷോപ്പിന്റെ ഒക്കെ ഒരു കസ്റ്റമർ ആണ്. അങ്ങനെ ഇവിടെ എനിക്ക് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഫാമിലിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അവരുടെ കൂടെയൊക്കെ ഉള്ളത്. അങ്ങനെ അവരെനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാധനം കേട്ടോ ആ ഡ്രസ്സ്. ഇപ്പൊ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് ഞാൻ ഇടാൻ വേണ്ടി പോവാണ്. ഇട്ടിട്ട് ഞാൻ അവരുടെ വീട്ടില് ലഞ്ച് കഴിക്കാൻ വേണ്ടി അവരെന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ആ ഡ്രസ്സ്. ഒരു പൈജാമ കുർത്ത അങ്ങനെയൊക്കെ പറയാം. ഇത് അതിന്റെ പാന്റ് ആണ്. പിന്നെ ഷോള് വന്നിട്ട് പ്ലെയിൻ കളറാണ് മേടിച്ചിട്ടുള്ളത്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നും ഞാൻ സെലക്ട് ചെയ്തല്ല കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമായെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച മുതലാണെന്ന്. അല്ല, ഇത് എനിക്ക് അവര് പ്രസന്റ് ചെയ്തതാണ് കേട്ടോ. ഇന്നലെ എന്നെ ഷോപ്പിങ്ങിന് കൊണ്ടിട്ട് ഒരുപാട് സാധനങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പതിയെ നിർത്തി, കാരണം എന്നെ പൈസ കൊടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തി. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഇപ്പോഴും എന്നെ നെഞ്ച് എനിക്കിത് കുറച്ചാലും ഞാൻ ഇവർ വിട്ടിട്ട് പോകേണ്ടി വരില്ലോ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫാമിലിന്റെ കൂടെ നിൽക്കുന്ന അതേ ഫീലാണ് എനിക്ക് അവരോടൊപ്പം നിൽക്കുമ്പോൾ ഉള്ളത്. കാരണം 1-2 ആൾക്കാരല്ല കേട്ടോ, വലിയ ഫാമിലിയാണ്. വലിയ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും കുറേ മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഫാമിലിയാണ്. ഇന്നലെ നൈറ്റിൽ നമ്മൾ പുറത്തൊക്കെ പോയപ്പോഴത്തേക്കുള്ള വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്, കുറേ കുട്ടികളൊക്കെ ഉണ്ട്. എനിക്ക് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എല്ലാവരും നിൽക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ തന്നെ എക്സൈറ്റഡ് ആണ് അതിട്ടിട്ട് എങ്ങനെയുള്ളതെന്നുള്ള നോക്കിയിട്ട്. എന്ന് ബ്ലാക്ക് പിടിച്ചിട്ട് കാര്യം എനിക്ക് അവരെന്റെ താഴെ വെയിറ്റ് ചെയ്യണം. അവർ വീട്ടിൽ വരുമ്പോൾ ഫുഡ് കഴിക്കാനുള്ളതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1:30 മണിയൊക്കെ ആയിട്ടുണ്ട്. വേണ്ടിയിട്ട് വരാം. ഓക്കെ, സോ ഫൈനലി ഞാൻ ഡ്രസ്സ് ഇട്ടോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ല കളറാണ്, എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആകുന്നുണ്ട്. പിന്നെ ഇതിപ്പോ ഞാൻ എങ്ങനെ ഫുള്ള് കാണിക്കുക പഠിച്ചോനെ. യെസ് യെസ് യെസ്, ഇതാണ്. ഇത് ഫുൾ എന്താ പറയുക, ഒരു ചുരിദാർ പോലെ വരുന്ന സാധനം. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് ഇതിന്റെ പേര്. ഇതില് മെയിൻലി വരുന്നത് കഴുത്തിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്. കയ്യിൽ ഓൾസോ നോക്കിക്കേ എന്ത് വർക്കാ നോക്കിക്കേ. ഡ്രസ്സ് ഫുള്ളും ഇങ്ങനത്തെ വർക്കാണ് കേട്ടോ. കയ്യില് മാത്രം ഇങ്ങനെയുണ്ട്. പിന്നെ വോൾ ഡ്രസ് ഈ ഒരു വർക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. അതിന്റെ കൂട്ടത്തിൽ ഒട്ടും കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല വർക്കുള്ള ഷാളാണ് ഇതിൻ്റെ കൂടെ. ഞാനല്ല ചൂസ് ചെയ്തത്, ഞാൻ ആദ്യപ്പോഴേ പറഞ്ഞ കണക്ക് ഇതൊന്നും ഞാനല്ല ചൂസ് ചെയ്തത്. അതിൻ്റെ അടുത്ത് ഇഷ്ടപ്പെട്ടു വെച്ചപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സോ ഇങ്ങനത്തെ ഷാള് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ്. ഇതിന്റെ മെറ്റീരിയൽ ഓൾസോ അടിപൊളിയാണ്. നല്ല തലയിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഒന്നും തൊട്ടിട്ട് പോലില്ല, ഇതിവിടെ ഇങ്ങനെ കിടക്കുവാണ്. ഞാൻ എത്ര കറങ്ങിയിട്ട് അത് പോകുന്നില്ല, വീഴുന്നില്ല, നല്ല കംഫർട്ടാണ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് അവര് ഇതിന്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് ഇളകി വന്നു ഒരു ഇയറിങ്സ് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കാളും ബ്യൂട്ടിഫുൾ എൻ്റെ പൊന്നു പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു അറബിക് സ്റ്റൈൽ വരുന്ന ഒരു ഇയറിംഗ് ആണ് കേട്ടോ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളത്. ഗോൾഡ് പോലെ ഇല്ലേ, ഗോൾഡ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിനൊത്തിരി ഗോൾഡ് ഒക്കെ പണിയിപ്പിക്കണം. ഞാനിത് ഇട്ടോക്കട്ടെ, ഇതിനോട് ചേരുമെന്ന് എനിക്ക് അറിയത്തില്ല. അവരാ പറഞ്ഞത് ഈ ഡ്രസ്സിനോട് നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ നന്നായിട്ടുണ്ടെങ്കിൽ എടുക്കാം. വാ, രസോട്ട്. ഞാൻ ആളാകെ മാറി കേട്ടോ. കുറച്ചു മുന്നേ ഞാൻ കൂതറയും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ ആളാകെ മാറിപ്പോയി. ഞാൻ അതിൻ്റെ കൂടെ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ഒന്നാമത് ഇവിടെ ഭയങ്കര ചൂടാണ്. ആസ് യു നോ, എല്ലായിടത്തും ചൂടാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ സൺ പ്രൊട്ടക്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ എന്റെ സെഫോറയുടെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. സോ ഓൾ ഓവർ എന്റെ ഔട്ട്ഫിറ്റ് ഇത് തന്നെയാണ്. അപ്പൊ ഇവരുടെ ഒരു സ്റ്റൈലുണ്ട്, ലൈക്ക് തലയിൽ ഷോൾ ഇടുന്ന ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് അറിഞ്ഞൂടാ അത് എന്നെ കൊണ്ട് നടക്കും എന്നുള്ളത്. ഇതിങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത് കേട്ടോ. ഈ തജിക്കിസ്ഥാനികളുടെ ലുക്ക് എന്ന് പറയുമ്പോൾ ഈ ലുക്കാണ് ഗൈസ്. ഇങ്ങനെയാണ് തജിക്കിസ്ഥാനികളെ കാണാനുണ്ടാവുക. ഞാനിനി ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ ആരും നോക്കത്തില്ല. കാരണം ഇന്നലെ വരെ എന്നെ ഒരുപാട് ആൾക്കാർ നോക്കിയിട്ട് എൻ്റെ അടുത്ത് യു ഇന്ത്യൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് ചോദിക്കാൻ നോക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്നലെ വരെ എനിക്ക് ഭയങ്കര ഫാൻസ് ആയിരുന്നു ഇവിടെ. ഇന്നിപ്പോൾ എൻ്റെ ഫാൻ ബേസ് ഒക്കെ നഷ്ടപ്പെടുമെന്ന് എനിക്കൊരു ഭയമുണ്ട്. ഓക്കെ, അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഞാൻ നേരെ ഇനി അവരുടെ വീട്ടിലോട്ട് പോവാണ്. ഞാൻ അവിടെ പോയതിനു ശേഷം വിശേഷങ്ങളും അവിടെ എനിക്ക് എന്താ അവർ കുക്ക് ചെയ്ത് വെച്ചിരിക്കണം എന്നൊന്നും എനിക്കറിയത്തില്ല. അടുത്ത് അവർ ചോദിച്ചു എന്ത് കഴിയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാം ഞാൻ കഴിച്ചിരിക്കും എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ തള്ളിപ്പിടിച്ച് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. സോ ഗൈസ്,
ഞാൻ ഇവിടെ ഇവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരമായി വന്നിട്ട്. ഞാൻ വന്ന പാടെ തന്നെ എന്നെ ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരാന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്നെ ഇത്ര നേരം പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു അവര്. ഞാൻ വന്ന പാടെ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. അത് അപ്പുറത്താണ്. ഞാൻ ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ വേറൊരു ലിവിങ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇരുന്ന് ഇവർ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരു വീടിനകത്ത് 2 ഡൈനിങ് ഏരിയ എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 6 ആൾക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെയാണ് സെറ്റാക്കിയിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഡൈനിങ് ടേബിൾ ആണ്. അതും എങ്ങനെയാണ് സെറ്റാക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ പറഞ്ഞുതരേണ്ട, പക്ഷെ ഞാൻ കാണിച്ചു തരാം. എനിക്കിതിൽ കുറേ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഇവരുടെ സെക്കൻഡ് ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ഓരോ പ്ലേറ്റ്സും കപ്പും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ലൈക്ക് റോയൽ. സോ ഇതൊരു ഡൈനിങ് ഏരിയ ആണ്. പിന്നെ അപ്പുറത്താണ് രണ്ടാമത്തത്. ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ ഇവിടെയും കുറച്ച് ആൾക്കാർ അവിടെ ആയിട്ടിരിക്കുമെന്നാണ് അവർ പറയുന്നത്. എത്ര ആൾക്കാർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുമെന്നുണ്ടോ? അതുപോലെ അവർ സെറ്റ് ആക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? പിന്നെ ഇതിനകത്ത് കുറെ ഫാൻസി ടൈപ്പ് കപ്പ് ആൻഡ് സോസറൊക്കെ ഞാൻ കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഡിഫറെന്റ് കപ്പും കാര്യങ്ങളും പ്ലേറ്റ്സും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കുറേ നേരം നോക്കിയിരുന്നതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ ആദ്യം വന്നു, എനിക്ക് അവർ ഡിസ്ക്രൈബ് ചെയ്ത് തന്നു ഈ സ്ഥലം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ. നമ്മുടെ നാട്ടിലും ചില സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയുള്ളൂ, ഉപയോഗിക്കത്തില്ല. പക്ഷെ അതുപോലെ അല്ല കേട്ടോ, ഇവര് ആക്ച്വലി ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ മമ്മ. ഇവിടുത്തെ മമ്മ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതെനിക്ക് ഇന്നലെ കിട്ടിയ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. എന്നെ വിട്ട് ഇവർ പോകുന്നില്ല. ഇതല്ല കേട്ടോ എന്നെ കെട്ടിപ്പിടിച്ച് നിന്നത്. ഇവൾ ഇന്നലെ വന്നിട്ട് എൻ്റെ അടുത്ത് ഒട്ടിയപ്പത്തേക്ക് ഒരാൾ എൻ്റെ അടുത്ത് പിണങ്ങി പോയിട്ടുണ്ടായിരുന്നു. ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. Plav's ready? Plav's ready? Nazanin. Mama Nazanin, Mama Nazanin. ഇത് നസ്നിനാണ്. നസ്നിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ 3-4 ദിവസം നസ്നായിരുന്നു കംപ്ലീറ്റ്ലി എനിക്ക് ഇവിടെയൊക്കെ കാണിച്ചു തന്നിരുന്നത്. ഗൈഡൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ക്ലയൻറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, ആളുടെ മോളാണ്. സോ ഷീ ഈസ് വെരി പ്രിറ്റി, വെരി ഫ്രണ്ട്ലി ആൻഡ് വെരി ഇൻ്റലിജൻറ്റ്. ഇവളെ കണ്ടു കഴിഞ്ഞാൽ എന്നെക്കാൾ പൊക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷീ ഈസ് ഓൺലി 16 years old. യാ ഇതെന്താ എൻ്റെ കളർ ഇങ്ങനെ? ലുക്ക് അറ്റ് മൈ കളർ. It's like, you know, become very dark. And Kabir, come. This is Kabir, guys. കബീറിന്റെ കൂടെയുള്ള വീഡിയോസ് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ. കബീർ ഒരു ഫേമസ് താരമാണ് ഇവിടുത്തെ. Where is my John, my heart? Amina. ഞാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്നെ കെട്ടിപ്പിടിച്ച് നിന്നൊരു സാധനം. അപ്പൊ ഞാൻ കാണിച്ചത് ആ സാധനത്തിനെ. അമിന, അമിന. ഇതാണ് അമിന. കണ്ട വന്നു അവിടെ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അമിന. അമിന എൻ്റെ ഫസ്റ്റ് കിസ്സാണ് ഞാൻ അമിനയ്ക്ക് കൊടുക്കുന്നത്. അമിന വന്നിട്ട് എന്നെ വിടുന്നില്ല. പക്ഷേ എൻ്റെ താത്തോട് പിള്ളേർ വന്നിട്ട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന കണക്കാണ് ഇവിടെ എന്നെ ഒട്ടി നിൽക്കുന്നത്. മോസ്റ്റ്ലി എന്നെ ഇങ്ങനെ ആരെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. എൻ്റെ താത്താടെ പിള്ളേരാണ് എന്നെ കെട്ടിപ്പിടിക്കുന്നത്. ഇവളെങ്ങനെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് ഇവിടെ നിന്ന് പോണ കാര്യം ആലോചിക്കുമ്പോൾ. ഭയങ്കര വലിയ ഡാൻസറാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റാക്കി ഇൻഷാല്ല പോസ്റ്റ് ആക്കുന്നുണ്ട്. ഇത് വിടുന്നില്ല, ഇങ്ങനെ എന്നെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ നിർത്തിയിട്ട് ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് ഒട്ടിച്ച് വെക്കട്ടെ. അമിന, do you know my name? ഓക്കെ, അപ്പൊ നമുക്കിനി അവിടെ എന്തൊക്കെയോ ഫുഡ് അറേഞ്ച് ആക്കി വെച്ചിരിക്കണം നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറേ കുട്ടികളുണ്ടെന്നുള്ള ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഫുഡൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് എനിക്ക് വേണ്ടി സെറ്റ് ആക്കിയിട്ടുള്ളൊരു വിരുന്നാണ് കേട്ടോ. വരുന്നേ ഉള്ളൂ ഓരോന്നും. ഇതെന്താ? ഇറ്റ്സ് മെലൻ. ഇത് കോളയാണ് കേട്ടോ. ഇത് ഇവരുടെ നാഷണൽ ബ്രെഡ് ആണ് കേട്ടോ. ഫൈനലി മെയിൻ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ മെയിൻ ഡിഷാണ് വരുന്നത്.
മെയിൻ ഡിഷ് ഇവിടുത്തെ ഇറ്റ്സ് എ നാഷണൽ ഡിഷ്, നാഷണൽ ട്രഡീഷണൽ ഫുഡാണ് പ്ലാവ്. അപ്പോ അത് ഇവിടെ അവർ സെർവ് ചെയ്തിട്ടുണ്ട്. എന്നെ മെയിൻലി എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് കഴിക്കുമെന്നാണ്. അപ്പൊ ഞാൻ ഒരുപാട് നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലൊക്കെ പോയപ്പോഴത്തേക്ക് പ്ലാവ് ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കുന്ന പറഞ്ഞപ്പോൾ ഇവിടെ എനിക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ്. No, you used to eat every week, right? Yes. Yeah. Every week Two times. 2 days. 2 days. Yeah. അവരെല്ലാം ആഴ്ചയിൽ 2 തവണ. Saturday സാറ്റർഡേ ആൻഡ് സൺഡേ. Sunday and Thursday. സൺഡേ ആൻഡ് തേഴ്സ്ഡേ. ഓക്കെ, വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഇവര് മസ്റ്റ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ വെള്ളിയാഴ്ച തോറും ബിരിയാണി ഉണ്ടാക്കുന്ന കണക്ക് ഇവര് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനമാണ് ഈ പ്ലാവ് എന്ന് പറയുന്നത്. സോ ഇതാണ് കേട്ടോ പ്ലാവ്. കാണുമ്പോൾ ചെറിയ പ്ലേറ്റിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ ചെറിയ പ്ലേറ്റ് അല്ല ഗൈസ്, ഇത് വലിയ പ്ലേറ്റ് ആണ്. ഇതാണ് ഇവിടുത്തെ ചെറിയ പ്ലേറ്റ്, വലിയ പ്ലേറ്റിലാണ്. ദിസ് ഇസ് ഓൺലി ഫോർ മീ. Yes. ഓൺലി ഫോർ For മീ. me. For you. നമുക്ക് കഴിക്കാല്ലേ. എനിക്കിത് കണ്ടിട്ട് വെള്ളം മുറിട്ടിരിക്കുകയാണ്. കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട് വായിക്കാത്ത. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊന്ന് ഞാൻ എടുക്കാണ്. ബിസ്മില്ലാ. So good. It's yummy. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മമ്മ, നമ്മുടെ മമ്മയാണ് ഇത് കുക്ക് ചെയ്തത്. ഇതെന്റെ ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത് മമ്മയാണ് കേട്ടോ. താങ്ക് യു മമ്മ ഫോർ ദിസ്. ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ഗുഡ്. You must eat. സോ നമ്മള് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറെ പാട്ടും കുത്തും ബഹളത്തിന് ശേഷം നസ്നന്റെ ആന്റി എനിക്ക് ഇതിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഇതിന്ന് ഏതാ ഇഷ്ടമുള്ള എടുക്കാൻ വേണ്ടിട്ട്. ഞാൻ ഏതാ ചൂസ് ചെയ്യേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ്. Which one is good? It's good. This one good? Yeah. This, yeah, this one is good. This, everything is good. Yes. We came with our national dress. It's also good. This one mama selected for me. Yes. This one you selected for me. Which one is more good? You. Когда между? Ага, душ. I'm so confused. So ഇതെന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് guys. ഇത് എനിക്ക് നന്നായിട്ടുണ്ടാവുന്ന അവർ പറയുന്നേ. Yes. It's also good. Yeah, but it's heavy. It's heavy. Can you do? Can you do? Yeah, yeah. Yes. So guys, ഞാൻ ഇവിടെ അവൾക്ക് മെഹന്തി ഇട്ടെടുക്കാൻ പോവാണ്. അവര് ചോദിച്ചിട്ട് ഇട്ടെടുക്കാൻ വേണ്ടിട്ട്. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കുട്ടനാണ് പോകുന്നത്. I don't know. Oh my god. Just perfume and see. No? This flower? Yeah, it's flavored. Does it look like flavor or not? Yes. പക്ഷേ എനിക്ക് അറിയാൻ പാടില്ല, എനിക്കൊരു ഐഡിയ ഇല്ല. എന്റെ കൈ കൊണ്ടൊന്ന് തന്നു വെച്ചെടുക്കാൻ വേണ്ടിട്ട്. How is it? Flower. Beautiful flower. It's snap and wet vibes. Yeah. Wet vibes. Good? to do this, Elsa. You also want to do? അയ്യോ. Okay, let me complete this one. So guys, ഞാൻ ഇട്ടെടുത്ത ഇതാണ് കേട്ടോ. അത് ഓൾറെഡി അവള് പോയിട്ട് കഴുകി. എനിക്കിനെ വിശ്വസിക്കാൻ പറ്റില്ല ഇത് ഞാൻ ഇട്ടെടുത്തതാണെന്ന്. Did you like this? Yes. How is it guys? ഞാൻ ഭയങ്കര വലിയൊരു കലാകാരിയാണ് എന്ന് ഞാൻ തജിക്കിസ്ഥാൻ വരെ വരേണ്ടി വന്നു മനസ്സിലാക്കാൻ. You can wash this one. It's already dried. Yes. Tell her. It's yeah. You can wash this one. Kiss my hand. Okay, ഞാൻ അടുത്ത കയ്യിൽ വെച്ചെടുക്കാൻ വേണ്ടിട്ട് റെഡിയായി ഗൈസ്. Which design do you want? Because in my mind it's all Yes. finished. Why? Like my. Okay. I don't remember, you know. I'll start with here like a bracelet. Like this. Yes. Come. So guys, വീണ്ടും ഞാൻ സാഹസങ്ങൾ കാണിച്ചു കൂട്ടുകയാണ്. ഇത് നസ്നേന്റെ കൈയാണ്. നസ്നേന്റെ പിന്നെ കുറച്ച് മുന്നേ ഞാൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇത് ആമിനയുടെ കൈയാണ്. അമീന ഇട്ട പാടെ എണീറ്റ് ഓടി ഇവിടുന്ന് ഇപ്പൊ ഇവിടെ നിന്ന് ഓടി തളർന്ന് വന്നിരിക്കുകയാണ്. നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. അമീന, did you like this? Yes. Yes. That? Yes. Okay.
Okay. How about this? Nazneen? Wonderful. Very wonderful. Okay. Thanks to me. Thanks. Thank you so much. അങ്ങനെ ഞാൻ എന്റെ കഴിവുകൾ പുറത്തെടുത്ത് വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങ് തജിക്കിസ്ഥാൻ വരെ ഞാൻ വരേണ്ടി വന്നു എന്റെ കഴിവൊക്കെ തിരിച്ചറിയാൻ. I think my hands is dark, no? യെസ് യെസ്. മെഹന്തി കിട്ടിയതിന് ശേഷം ഞങ്ങള് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ മമ്മയുടെ കുറെ ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്റെ പുറകിൽ കാണുന്നതാണ് ഇവരുടെ ഗാർഡൻ. വലിയ കുറെ മരങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള സെയിം ബോഗൻവില്ല, റോസ്, പിന്നെ നമ്മളെ ചെമ്പരത്തി മരമാണ് കേട്ടോ ഇത്. ഇതിന്റെ പേര് എന്തോ പറഞ്ഞിട്ടുണ്ട്, ഒരു പിങ്ക് കളർ ഫ്ലവർ ഉള്ള, എനിക്ക് പേര് ഓർമ്മയില്ല. There is one fruits. What is called pear? It's pear. Yes, pear. Nice. Rayhan. Rayhan. Rihan. Do you know Rayhan, Rayhan? Italy. No. No? Do you want pear? Do you want to? It's apple, right? 2, 3, yeah. It's a green apple, guys. ഇത് നമ്മുടെ Yeah, tadı. ആപ്പിൾ ആണ്, ആപ്പിൾ മരമാണ്. ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ആപ്പിൾ മരം. എന്നാലും ഇത് പിയർ ആണ്. ഇത്ര അടുത്തുള്ള, പക്ഷെ ഇവര് എടുക്കൂല തോന്നുന്നു കേട്ടോ, ബിക്കോസ് ഇത് താഴെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. No water? No water? No water? Why? Coming. ഞാൻ ഇവിടെയൊക്കെ ഓടി നടന്ന് എല്ലാം പറിച്ചു തിന്നു എന്നാണ് എനിക്ക് തോന്നുന്നേ. ആപ്പിൾ. അയ്യോ, ഇത് ആപ്പിൾ മരമാണ്. ഞാൻ വിചാരിച്ച പോമഗ്രാനറ്റ് ആണെന്ന്. ഇത് ആപ്പിൾ ആണ്, ആപ്പിൾ. നമ്മളെ വീട്ടിലേക്ക് വല്ല ചക്കയും മാങ്ങയൊക്കെ, ഇവരെ വീട്ടിലേക്ക് പിയറും ആപ്പിളും ഒക്കെയാണ് നോർമൽ ആയിട്ടുള്ളത്. അതാണ്ടുണ്ട്, വാഴയുണ്ട്, വാഴ. ചക്കയും മാങ്ങയൊന്നും ഇല്ലെങ്കിൽ പഴമുണ്ട്, പഴം. നമ്മള് ഇവര് വിച്ച് ഫ്രൂട്ട്? Yes. ഫ്രൂട്ട് Yine yaburka. Şas. ഇതെന്ത് ഫ്രൂട്ടാന്ന് എനിക്ക് അറിയാൻ പാടില്ല. İş kastan ver kor. പീച്ച്. പീച്ച് അത് പച്ചയായിട്ടിരിക്കുന്നതാണ്, കൈയൊക്കെ പോയി പാവത്തിന്റെ. ഇത് പീച്ചാണ് കേട്ടാ. വാ, നമുക്ക് ചെമ്മരിയാടുകളെ കാണാൻ പോകാം ഗൈസ്. സോ നസ്ലിന്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ ചെമ്മരിയാടുകളെ വളർത്തുന്നുണ്ടെന്ന് അറിഞ്ഞു, അപ്പൊ ഞങ്ങൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ചെമ്മരിയാടുകളെ. ഓൺലി ഫ്യൂ ചെമ്മരിയാടുകൾ ഹിയർ. Two children. Two children, where is it? One, two. This one. Maze. Oh. അമ്മ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത് ഈ ചെമ്മരിയാടുകളെ. സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളു, ആദ്യമായിട്ടാ കാണുന്നേ. What is it called? Pomegranate. Granite, yes? Yeah, it's pomegranate. Pomegranate. Pomegranate, hocam. മാതളം, മാതളം. ഇഷ്ടംപോലെ മാതളം. അതും ഇത്ര വലിപ്പത്തിലുള്ള, കഴിക്കാൻ പാകത്തിനുള്ള അത്രയും പോമഗ്രാനറ്റ് ഉണ്ട് ഇവിടെ. ما انجي روس كنا انجي ما يدري كنا എല്ലാം വലുതാണ്. انجي روس ميكنا انجي دلوقتي ഇവരിത് എടുക്കത്തില്ല, അത് താഴേക്ക് വീണ് കിടക്കുവാണ്. എനിക്ക് കണ്ടിട്ട് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ഇഷ്ടംപോലെ താഴെ വീണ് കിടക്കുന്നുണ്ട്. ഇതേ we can try this one. Try this? Yeah. You know what it. it is bad കളറാണ്. ഒരു പറഞ്ഞ പാകം ആവണമെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴാണ് അത്ര ഇതിന്റെ കളർ വരുന്നത്. September. സെപ്റ്റംബർ, October, September. സോ ഇത്രയും കടന്നിട്ടൊന്നും കാര്യമില്ലാന്ന് എനിക്കിപ്പോ മനസ്സിലായി. സോ ഇതിന് സെപ്റ്റംബർ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് പഴുത്തിട്ട് അല്ലെങ്കിൽ റെഡ് കളറിലൊക്കെ ഉള്ളത് കിട്ടത്തുള്ളൂ. അവരത് എടുത്ത് എറിഞ്ഞു. ഇവര് വീട്ടിലോട്ട് വരുന്ന വഴി ഇതാണ് കേട്ടോ. ഇതാണ് അവരുടെ വീട്. ഇവിടെയാണ് നമ്മളിപ്പോ ഉണ്ടായിരുന്നത്. വീടിന്റെ മെയിൻ എൻട്രൻസ് ഇതാണ്. നമ്മളിപ്പോ അവിടെ നിന്നാട്ടോ വന്നത്. അത്യാവശ്യം വലിയ വീടാണ്.
നമ്മളിപ്പം ഡൈനിങ് ഏരിയ മാത്രമേ ഇവരുടെ കണ്ടിട്ടുള്ളൂ. ഞാൻ പിന്നെ കിച്ചണിലൊന്നും കയറിയില്ല. എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു, എനിക്ക് കിച്ചണിലൊന്നും കയറാൻ പറ്റിയില്ല. ബിക്കോസ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് പോകും. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് കുഷാൻ എന്നാണ്. കുഷാൻ എന്ന് നമ്മൾ ദുഷാൻബെയിലോട്ടാണ് പോകുന്നത്. ദുഷാൻബെയിലാണ് നമ്മളുടെ എയർപോർട്ട്. ഇവിടുന്ന് 5 hours ട്രാവൽ ഉണ്ട്. സോ അതുകൊണ്ട് എനിക്ക് 8 മണിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടി വരും. 5 മണിക്കൂർ ട്രാവൽ ഉണ്ടല്ലോ. 4:30 എന്റെ ഫ്ലൈറ്റ്. അത്രയും സമയം വരെ എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൂ. ഞാൻ അകത്ത് വന്നപ്പോഴേ നമ്മുടെ നൊസ്നന്റെ ആന്റി ഒരു ക്യാൻഡി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്യാൻഡി എനിക്ക് ഭയങ്കര നാണക്കേടാവും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കുമ്പോ ഇവിടെ അമ്മീനെ കഴിച്ചോണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മീനെ അത് കഴിക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ ക്യാൻഡി ഞാൻ ദുബായിൽ പോയിട്ട് ഷക്കീറയുടെ ബേബിക്ക് കൊടുക്കാന്ന്. ബിക്കോസ് ഇത് വന്നിട്ട് ഹോം മെയ്ഡ് ആണ് കേട്ടോ. ഇതിൽ കെമിക്കൽസ് കാര്യങ്ങളൊന്നും അവർ ചേർത്തിട്ടില്ല. ഹോം മെയ്ഡ് ആണ്. അപ്പൊ ഞാൻ കരുതി ഇത് നമ്മളെ ഹെസ്ലിന് കൊടുക്കാന്ന്. അപ്പം ഇത് ഞാൻ കഴിക്കുന്നില്ല. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് എന്താ പറയാ മുറിവുകളൊക്കെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നു. ചോദിച്ചപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ പറ്റിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ത്യാഗങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ഈ സാധനം അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. സബ്രീന ഷോ മി യുവർ ഹാൻഡ്. ഇത് സബ്രീനയുടെ കൈയാണ് കേട്ടോ. സബ്രീനയുടെ കൈയും ഓൾസോ ഇത് ഉണ്ടാക്കിയപ്പോഴത്തേക്കും കൊണ്ട് വച്ചെടുത്തപ്പോഴത്തേക്കും മുറിഞ്ഞതാണ്. പാവത്തിന്റെ പ്ലാസ്റ്റർ കൊട്ടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. ഞാൻ മെഹന്തി ഇട്ടെടുത്ത സബ്രീനയ്ക്ക് വരുന്നത്. ഞാൻ സബ്രീനെ തൊട്ടപ്പോഴത്തേക്ക് ഒരാൾ അങ്ങനെ വരുന്നുണ്ട് കണ്ട കൈയും കൊണ്ട്. ഇത് ആമിനയുടെ കൈയാണ് കേട്ടോ. ആമിനയ്ക്ക് ഭയങ്കര അസൂയാണ് ഞാൻ ആരുടെ ഇങ്ങനെ മിണ്ടുന്നത്. വീണ്ടും കൊണ്ടുവരും. അമീനയ്ക്ക് ഭയങ്കര അസൂയാണ് കേട്ടോ. ഞാൻ സബ്രീൻ എന്നുള്ളത് തന്നെ കെട്ടിപ്പിടിച്ച സമയത്ത് അമീന ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കര അസൂയാണ്. ആർക്കും എന്നെ വിട്ടുകൊടുക്കുന്നില്ല. അമീന ചിരിക്കി. ഞാന് ഏകദേശം പോവാനായിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ മമ്മ എനിക്കൊരു സൂപ്പ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇവരിതിനെ ഷുർബ എന്നാണ് പറയുന്നത്. അപ്പം ഞാന് ഇതൂടെ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഇവിടുന്ന് ബായ് പറയാന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് നല്ല വിഷമമുണ്ട് ആലോചിച്ചിട്ട്, പോകുന്ന കാര്യം ആലോചിച്ചിട്ട്. കാരണം അത്രയ്ക്കും ലൈക്ക് 2-3 ദിവസമായിട്ട് ഞാൻ ഫുൾ ഇവരുടെ കൂടെ തന്നെയാണ്. ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഫുൾ രാവിലെ മുതൽ ഇവിടെ തന്നെയാണ്. ഇത്രയും നേരമായിട്ട് 6:30 മണി 7 മണിക്ക് എൻ്റെ ടാക്സി വരും. അപ്പൊ നമുക്ക് സൂപ്പ് കുടിക്കാം അല്ലേ? ഓക്കെ, ഞാൻ കാണിച്ചു കേട്ടോ സൂപ്പ്. ഇതാണ് സൂപ്പ്. This one. But I think you don't understand that language. No? You just want to see? Yes. Yeah, okay. There is subtitle. What? Subtitles. It will be in English. You can choose the language. Okay. Super kudiക്കാം. പീസ് വലുതായെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. സൂപ്പ് അടിപൊളിയാണ്. സബ്രീന വന്നിടം മുതൽ എന്റെ മുടിയില് Bon appetit. Bon appetit. This one. No, it's okay. She loved my hair. Come. No problem. I have no problem. You can make. സബ്രീനൊക്കെ എന്റെ മുടി ഭയങ്കര ഇഷ്ടം. ഞാൻ വന്നിടം മുതൽ എന്റെ മുടിയിൽ കളിക്കുവാണ്. പാവം അമ്മ വഴക്കുറഞ്ഞ് പിടിച്ച് അവിടെ ഇരുത്തിയതാണ്. ഞാൻ പറഞ്ഞേ കളിച്ചോളാൻ പറഞ്ഞു. പിള്ളേരെന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളതങ്ങ് സാധിച്ചു കൊടുക്കണമല്ലോ. ഒക്കെ എന്റെ മുടിയിൽ എന്തൊക്കെയോ ചെയ്യണം, താജ്മഹൽ പണിയണം എന്നൊക്കെ പറഞ്ഞാണ്. ഓക്കെ, പണിതോട്ടെ അല്ലേ? നമുക്ക് ആ സമയം കൊണ്ട് ഈ സൂപ്പ് കുടിച്ച് തീർക്കാം. സോ ഗൈസ്, ഞാൻ പോകുന്നത് പ്രമാണിച്ചിട്ട് ഈ ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ആക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് ഫുൾ ആയിട്ട് നിങ്ങളെ ഇതുവരെ കാണിച്ചിട്ടില്ലാന്ന് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോക്ക് നോക്കിയപ്പോ അപ്പം ഇതാണ് എന്റെ ഫുൾ ഔട്ട്ഫിറ്റ്, കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. ഇതിന്റെ പാന്റ് ഒക്കെ കാണാം, നല്ല രസമുള്ള ഒരു സാധനം. ഷാളാണ് എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇത് ഒരുമിച്ചിട്ടാണെങ്കിൽ സെപ്പറേറ്റ് ആണ്. അപ്പം ഞാൻ മാറ്റാൻ പോവാണ്. പിന്നെ എനിക്ക് സബ്രീന കെട്ടിത്തന്ന മുടിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ താജ്മഹൽ പണിത് ഇതാണ് കേട്ടോ. താങ്ക് യു സബ്രീന. അതെന്നെ ഗൈസ്. ഇതെനിക്ക് ഇവിടുത്തെ മമ്മ തന്ന മെറ്റീരിയൽ ആണ് കേട്ടോ.
ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ് റൈറ്റ് Yes. ട്രഡീഷണൽ ഡ്രസ്സാണ്. അപ്പം ഇന്ന് അവിടെ കൊണ്ടുപോയി എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് തയ്ക്കാൻ പറഞ്ഞു. ഇത് അതിനകത്തൊരു ഇത് വന്നിട്ട് ഷോളാണ്, Yes. സ്കാർഫ്. Scarf. അപ്പം ഇതെനിക്ക് അവരുടെ വകയായിട്ട് തന്നതാണ്. ഞാൻ ഓൾറെഡി മാർക്കറ്റിൽ പോയ സമയത്ത് കണ്ടിരുന്നു കേട്ടോ. അപ്പൊ അവരെന്നോട് പറഞ്ഞത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്, നാഷണൽ ഡ്രസ്സാണ്, ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ്. അങ്ങനെ അതെനിക്ക് തന്നു അവരുടെ ഓർമ്മയ്ക്കായിട്ട്. അപ്പം ഒരുപാട് ഓർമ്മകൾ കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. എന്താ പറയാ, ഭയങ്കര സന്തോഷത്തിന് കളഞ്ഞ് ഭയങ്കര സങ്കടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എസ്പെഷ്യലി ഇവരുടെ വീടിന്റെ അകമുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഇവിടെ ഫുഡ് സൂപ്പ് കുടിച്ചത് ഇതിനകത്തു നിന്നാണ്, നേരത്തെ ഫുഡ് കഴിച്ചത് ഇതിനകത്തു നിന്നാണ്. ഓരോ സ്ഥലം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, അതായത് കിച്ചണും ഡൈനിങ് ഏരിയയൊക്കെ വേറൊരു സ്ഥലത്ത്, ഇത് ലിവിങ് ഏരിയയും ബെഡ്റൂം ഒക്കെ വേറൊരു സ്ഥലത്ത്, വാഷ്റൂമും ഒക്കെ ലോണ്ടറി ഏരിയ ഒക്കെ വേറൊരു സ്ഥലത്ത്, അങ്ങനെ എല്ലാം വേറെ വേറെ സ്ഥലത്താണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നതും സങ്കടം തോന്നുന്നതും ഒക്കെ ഇവിടെ നിന്ന് പോകുമ്പോഴാണ്. അൽഹംദുലില്ലാ, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എന്തായാലും എല്ലായിടത്തും ബായ് പറയാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരയ്ക്കും മസ്സലാമ.